മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കം കോർപ്പറേഷൻ കൗൺസിലിൽ ഉന്നയിച്ച് BJP. കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ, എന്താണ് കോർപ്പറേഷൻ യോഗത്തിൽ ഉണ്ടായത്? വേണ്ട 2:30 മണിക്കാണ് സാധാരണ ഈ കൗൺസിൽ യോഗം നിശ്ചയിച്ചിരുന്നത്. കൗൺസിൽ യോഗം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ BJP കൗൺസിലർ, തിരുമല കൗൺസിലറായ അനിൽ, അദ്ദേഹം ഈ വിഷയം, ഈ KSRTC ഡ്രൈവറുമായുള്ള മേയറുടെ തർക്കം അത് സഭയിൽ ഉന്നയിക്കുന്നു. സഭയിൽ ഉന്നയിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഭരണപക്ഷ കൗൺസിലർമാർ അതിൽ തർക്കവുമായി തിരിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം, അതുപോലെ പ്രതിഷേധ മുദ്രാവാക്യം BJP കൗൺസിലർമാർ ഉയർത്തി. അവർ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. മേയർ ചോദിച്ച ചോദ്യം, മേയർ ഈ പ്രതിപക്ഷ കൗൺസിലർമാരോട് ചോദിച്ചത്, ഇങ്ങനൊരു വിഷയം മേയർക്കുണ്ടായി എന്ന് അനുഭവപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു ഫോൺ കോളെങ്കിലും BJP കൗൺസിലർമാർ വിളിച്ച് തന്നോട് ചോദിച്ചില്ല? ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സംഭവം ഈ തലസ്ഥാന നഗരത്തിൽ തന്നെ ഉണ്ടായിട്ട്, അത് ഈ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ തന്നെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചില്ല, തന്നെ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്ന് മേയർ ചോദിക്കുന്നു. തുടർന്ന് വീണ്ടും ആ വാക്കേറ്റം രൂക്ഷമാവുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാരും ഭരണപക്ഷ കൗൺസിലർമാരും വാക്കേറ്റം തുടർന്ന് ഈ വിഷയം പൂർത്തിയാക്കാൻ, അതായത് ഉന്നയിച്ച് പൂർത്തിയാക്കാൻ BJP കൗൺസിലർമാർക്ക് സാധിക്കാത്ത സാഹചര്യം വന്നു. തുടർന്ന് അവർ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി. സഭ ഈ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ കൗൺസിൽ യോഗ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കൗൺസിൽ യോഗത്തിൽ ആ ഹാളിന് ചുറ്റും മുദ്രാവാക്യം ഉയർത്തി BJP കൗൺസിലർമാർ പുറത്തെത്തി. BJPയുടെ പ്രതിപക്ഷ നേതാവ് MR ഗോപൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്, അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ മേയർ വിളിച്ചാൽ ഫോണിൽ കിട്ടാത്ത ഒരു മേയറാണ്. പല ആവശ്യത്തിനും വിളിച്ചാലും മേയറെ കഴിഞ്ഞ 3 വർഷമായി ലഭിക്കാറില്ല. അത് മാത്രമല്ല, തങ്ങളോടുള്ള സമീപനം, BJP കൗൺസിലർമാരോടുള്ള സമീപനം വളരെ മോശമാണ്. മേയറുടെ രാജിയല്ല BJP കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത്. പകരം ഇത് അങ്ങേയറ്റം നഗരസഭാ നിവാസികളെ, ഒപ്പം ഈ കൗൺസിലിനെ, ഈ സമിതിയൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്കായിരുന്നു മേയറുടെയും അതുപോലെ MLA സച്ചിൻ ദേവിന്റെയും പ്രതികരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. കാരണം വലിയ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു ഭരണസമിതിയാണിത്. എന്നിട്ടൊന്നും ഈ ഭരണസമിതി അതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല. നേരത്തെയൊക്കെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു ഭരണസമിതിയാണത്. തുടർ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ KSRTC വിവാദം. അദ്ദേഹം പറയുന്നത്, ഈ KSRTC ഡ്രൈവർക്ക് മറ്റു രാഷ്ട്രീയ പശ്ചാത്തലം, അതായത് BJP പശ്ചാത്തലമോ മറ്റു BMSന്റെ പശ്ചാത്തലമോ ഒന്നുമില്ല. അതിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അവരെ, അദ്ദേഹത്തെ, അതായത് യദുവിനെ ഈ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ശ്രമം അത് DYFIയുടെയോ മറ്റു സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ BJP അദ്ദേഹത്തിന് സംരക്ഷണം നൽകണമെങ്കിൽ അതും നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണെങ്കിലും ആ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കി നടപടികൾ ആ കൗൺസിൽ പുരോഗമിക്കുന്നുണ്ട്. ശരി, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ പ്രതിഷേധം. അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.